ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വരുന്ന പ്രവാസികൾ കേരള ഗവൺമെൻറ്റിൻ്റെ COVID-19 ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ജൂൺ 18-ന് നടന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ ഇതിന് നിർബന്ധമാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോമിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്പർ നിർബന്ധമാണ്. അതിൽ ചോദിച്ചിരിക്കുന്ന ഏതാണ്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ചോദിക്കേണ്ടത്. OTP വെച്ച് ലോഗിൻ ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നിർബന്ധമാണ്. അത് നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിലും ആ നമ്പർ ഇട്ടിട്ട് അതിലേക്ക് OTP വരും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ, ഒരു നമ്പർ കിട്ടും. ആ നമ്പർ നിങ്ങൾ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് എയർപോർട്ടിൽ നൽകേണ്ടതാണ്. അതേപോലെ ഇതിനുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ പോർട്ടലിലേക്ക് പോകും. ആ പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ പേജിൽ നമുക്ക് ഇവിടെ ആദ്യം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം. ഇവിടെ ഞാനൊരു മൊബൈൽ നമ്പർ അടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് വരും. അതിൽ ഓക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് OTP നമ്പർ വരും. ആ OTP നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്യുക. ആ സമയത്ത് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഫസ്റ്റിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ അവിടെ കാണിക്കും. ഇനി ഇവിടെ നിങ്ങൾ ഫസ്റ്റിൽ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. പാസ്പോർട്ടിലുള്ള സെയിം നെയിം ഇവിടെ അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നിങ്ങളെ ഏജ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ജെൻഡർ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളെ കറൻറ്റ് അഡ്രസ്സാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ എബ്രോഡ് അഡ്രസ്സ് അടിച്ചു കൊടുക്കാം. നിങ്ങളിപ്പോൾ കറൻ്റ്ലി താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് അടിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലെ അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കുക. വീട്ടുപേര്, നിങ്ങളുടെ PO ബോക്സ്, നിങ്ങളുടെ ഡിസ്ട്രിക്ട്, പിന്നെ നിങ്ങളുടെ പിൻ നമ്പർ അത് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളെ ഡിസ്ട്രിക്ട് ഇവിടെ സെലക്ട് ചെയ്യുക. എൻ്റെ ഡിസ്ട്രിക്ട് കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോട് എന്ന് അടിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയും ചെയ്യാം, അവിടെ അടിച്ചു കൊടുക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളെ വില്ലേജ്, നിങ്ങളെ ഏരിയ ഏതാണെന്നുള്ള പഞ്ചായത്ത് ഏത് പഞ്ചായത്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നിങ്ങളെ ലോക്കൽ കോണ്ടാക്റ്റ് നെയിം, അവിടെ നിങ്ങൾ നാട്ടിൽ കോണ്ടാക്റ്റ് ചെയ്യാനൊരു പേര് കൊടുക്കണം. അതിന് നിങ്ങൾ അച്ഛൻ, അമ്മ, ഭാര്യ ആരത് വേണമെങ്കിലും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പറയണം. യെസ് ആണ് യെസ്, നോ ആണെങ്കിൽ നോ. ഞാനിപ്പം നോ എന്ന് പറയുന്നു. പിന്നെ കോവിഡ് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കണം.
ഹെൽത്ത് റിമാർക്ക് എന്നുള്ളിടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അത് എഴുതി കൊടുക്കുക. പ്രഷർ, ഷുഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കുക. ഇല്ലാത്തവർ ഐ ആം ഫിറ്റ് എന്ന് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് യാത്ര ചെയ്യുന്നത്. ചിൽഡ്രൻ ബിലോ 10 years ആണോ, സീനിയർ സിറ്റിസൺ ആണോ, 60 yearsന് എബോവ് ഉള്ള ആളുകളാണോ, പ്രഗ്നൻറ്റ് വുമൻ ആണോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിലൊന്നും പെടാത്ത ആളായതുകൊണ്ട് നോ എക്സംഷൻ കൊടുത്തു. അതിൽ ഏതെങ്കിലും പെടുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യണം. നിങ്ങൾ തനിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ താഴെ സേവ് ഓൾ എന്നുള്ളതിൽ സേവ് ഓൾ എന്ന് കൊടുത്താൽ മതി. അതായത് നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, കുട്ടികളോ ഭാര്യ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ളിടത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങൾ നേരത്തെ കൊടുത്തേക്കുന്ന സെയിം ഡീറ്റെയിൽസ് അവരത് കൊടുക്കുക. അവരെ പാസ്പോർട്ട് നമ്പർ, പേര്, ഏജ്, ജെൻഡർ ഏതാണ്, അതേപോലെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ, ആ ഡീറ്റെയിൽസ് നേരത്തെ ചോദിച്ചേക്കുന്ന സെയിം ഡീറ്റെയിൽസ് അവരത് കൊടുക്കുക. എത്ര പേരുണ്ടോ അത്ര ആൾക്കാരത് ആഡ് ചെയ്തിട്ട് എന്നിട്ട് ലാസ്റ്റ് അവിടെ സേവ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ നിങ്ങൾ എയർപോർട്ടിൽ കൊടുക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.